Hi friends, അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ കൂടി ഒരുമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം ഡിസ്കസ് ചെയ്തു. കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്? ആരും മറന്നുപോയിട്ടുണ്ടാവില്ല. എല്ലാവരും നല്ല കുട്ടികളാണ്. എന്താണ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ആറ്റത്തിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം. എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഒന്ന്, എന്താണ് ആറ്റം? അല്ലേ, ആറ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തത്, ഈ ആറ്റത്തെക്കുറിച്ച് ആദ്യമായിട്ടൊരു തിയറി മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ആദ്യമായിട്ടൊരു തിയറി മുന്നോട്ട് വെച്ചത് ജോൺ ഡാൾട്ടൺ. ആ തിയറി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, അല്ലേ, ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിലെ 6ഓളം പ്രിൻസിപ്പിൾസ്, ഐഡിയാസ്, ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു ഏത്? ഒരു പ്രിൻസിപ്പിൾ, ഒരു ഐഡിയ ആയിരുന്നു ഏത്? ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഏത്? ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. ആറ്റത്തെ എന്ത് ചെയ്യാൻ സാധ്യമല്ല? വിഭജിക്കാൻ സാധ്യമല്ല, അല്ലേ? ആ ആശയത്തെ, അല്ലേ, ആറ്റം വിഭജിക്കാൻ സാധ്യമല്ല എന്നുള്ള ആശയത്തെ തകർക്കാൻ മുന്നോട്ട് വന്ന ചില സയൻറ്റിസ്റ്റുകളും ചില ശാസ്ത്രജ്ഞരും അവരുടെ പേരുകളും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ആ 5 സയൻറ്റിസ്റ്റുകളുടെ പേര് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ സാധ്യമല്ല, എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്, അല്ലേ? ഓർമ്മയുണ്ടാവും. ഏതൊക്കെയാണ് ആ സയൻറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തത് ഹംഫ്രി ഡേവി, അല്ലേ, ഹംഫ്രി ഡേവി. രണ്ടാമത്തത് മൈക്കൽ ഫാരഡെ, ജെ തോംസൺ, റൂദർഫോർഡ്, Chadwick. These are the 5 scientists come forward to destroy the Dalton's atomic theory. ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തെ, അതിൻ്റെ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന 5 ശാസ്ത്രജ്ഞരാണ് ആരൊക്കെ? ഈ പറഞ്ഞ 5 പേര്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയായിരുന്നു ഈ 5 സയൻറ്റിസ്റ്റുകളുടെ എക്സ്പെരിമെൻറ്റ്സ്. ഏത് രീതിയിലാണ് അവർ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയെ എതിർത്തത്, അവർ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഗെറ്റ് റെഡി. അപ്പോൾ അതിൽ ഒന്നാമത്തെ സയൻറ്റിസ്റ്റ് ആയിരുന്നു ആര്? ഹംഫ്രി ഡേവി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം മനസ്സിൽ വേണം കേട്ടോ. ഏത്? ആറ്റം ഈസ് ഇൻഡിവിസിബിൾ, ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല, ആറ്റമാണ് ഏറ്റവും ചെറുത്, അറ്റം കഴിഞ്ഞ് അതിൽ മറ്റൊന്നില്ല എന്നുള്ള ആ പോയിന്റ് ഉണ്ടല്ലോ. ആരുടെ പോയിന്റ്? ജോൺ ഡാൾട്ടൻ്റെ പോയിന്റ്. അതിനെ എതിർത്തവരാണ് ആരൊക്കെ? 5 സയൻറ്റിസ്റ്റുകൾ. അതിൽ ഒന്നാമത്തെ ആൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഹിസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹംഫ്രി ഡേവി, അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നോക്കി, നിങ്ങൾ ഈ ഹംഫ്രി ഡേവിയും ഫാരഡയും അതിനൊരു ബിഗിനിങ് കൊടുത്തു എന്നുള്ളൂ, ഒരു തുടക്കം കുറിച്ചു എന്നുള്ളൂ. ഓക്കെ, അതിലേക്ക് കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയത്, പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറീസ് ആർ ഡൺ ബൈ ജെ തോംസൺ, റൂദർഫോർഡ്, ചാഡ്വിക്. ഈ 3 പേരുമാണ് ഏറ്റവും പ്രബലമായ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടുപിടുത്തം നടത്തിയത്. അതെന്തൊക്കെയാണെന്നുള്ളത് വഴിയെ പറയാം. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരാണ്? ഹംഫ്രി ഡേവി. എന്താണ് ഹംഫ്രി ഡേവി ചെയ്തത്? അതാണല്ലോ ഒന്നാമത്തെ സയൻറ്റിസ്റ്റ്. ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. Whose experiments? Humphrey Davy's experiments. He passed some electric current through solutions and he separated that solution. Listen carefully. He passed electric current through some solution and he separated that solution. ഹംഫ്രി ഡേവി ചില ലായനികളിലൂടെ വൈദ്യുതി കടത്തിവിടുകയും ആ വൈദ്യുതി കടത്തിവിട്ടതിൻ്റെ ഫലമായിട്ട് ലായനികളിൽ അടങ്ങിയ ഘടകങ്ങളെ വേർതിരിക്കുകയും ചെയ്തു. ഹി സെപ്പറേറ്റഡ് ദ കമ്പോണൻസ് ഓഫ് സൊല്യൂഷൻസ്. ഏതെങ്കിലും സൊല്യൂഷൻ, NaCl, MgCl2 ഇങ്ങനെയുള്ള ലായനികൾ ഉണ്ടാവുമല്ലോ, സൊല്യൂഷൻസ് ഉണ്ടാവുമല്ലോ. ഈ സൊല്യൂഷൻസിന് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? കറണ്ട് കടത്തിവിട്ടുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ NaClലൂടെ കറണ്ട് കടത്തിവിട്ടാൽ Naയും Clഉം കിട്ടും, സോഡിയവും ക്ലോറിനും. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അതേ രീതിയിൽ അദ്ദേഹം സൊല്യൂഷൻസിലൂടെ എന്ത് കടത്തിവിട്ടു? കറണ്ട് കടത്തിവിട്ടു. അദ്ദേഹം ആ സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്തു. അദ്ദേഹം വേർതിരിച്ചെടുത്ത ചില എലമെൻസിന് എക്സാമ്പിളാണ് സോഡിയം, പൊട്ടാസ്യം, magnesium, calcium, boron, etc. So he separated some elements such as, അദ്ദേഹം വേർതിരിച്ച ചില മൂലകങ്ങളുടെ പേരുകൾ ഓർത്തിരിക്കുക. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, ബോറോൺ. കണ്ടുപിടിച്ചതല്ല കേട്ടോ, അദ്ദേഹം വേർതിരിച്ചത്. ഓക്കെ, അപ്പോൾ ഹംഫ്രി ഡേവി ചെയ്ത കാര്യം എന്താ ഒന്ന് പറഞ്ഞു നോക്കിയേ. അദ്ദേഹം കറണ്ട് പാസ് ചെയ്തു. ഏതിലൂടെ പാസ് ചെയ്തു? ചില സൊല്യൂഷൻസിലൂടെ കറണ്ട് പാസ് ചെയ്തു. ഹി പാസ്ഡ് ഇലക്ട്രിക് കറണ്ട് ത്രൂ സം സൊല്യൂഷൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ സൊല്യൂഷൻസിലുള്ള കമ്പോണൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
നമുക്കറിയാം കറണ്ടിൽ 2 ടേം, ഇലക്ട്രിക് കറണ്ടിൽ 2 ചാർജ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ, 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ. കറണ്ടിന് 2 ചാർജ് ഉണ്ട്, 2 ടെർമിനൽ ഉണ്ട്, 2 അറ്റങ്ങളുണ്ട്. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ബാറ്ററിക്ക് 2 അറ്റം ഉണ്ടാവില്ലേ, പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ, 2 ഭാഗങ്ങളുണ്ടാവും, 2 ധ്രുവങ്ങളുണ്ടാവും. അപ്പോൾ ആ 2 ചാർജ് അടങ്ങിയ പോസിറ്റീവ് നെഗറ്റീവും ചാർജ് 2 ധ്രുവങ്ങളുള്ള വൈദ്യുതിയാണ് നമ്മൾ ഏതിലൂടെ കടത്തിവിട്ടത്, സൊല്യൂഷൻസിലൂടെ കടത്തിവിട്ടത്. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ധ്രുവമുള്ള വൈദ്യുതി ഒരു സൊല്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ അതിലുള്ള ഘടകങ്ങൾ വേർതിരിയണമെന്നുണ്ടെങ്കിൽ, ആ സൊല്യൂഷൻ 2ആയിട്ട് മുറിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻസിലും എന്തുണ്ടായിരിക്കണം, ചാർജ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ചാർജുള്ള വൈദ്യുതി ഏതിലൂടെ കടന്നുപോയി, സൊല്യൂഷൻസിലൂടെ കടന്നുപോയി, ലായനിയിലൂടെ കടന്നുപോയി. ശരിയാണോ? അപ്പോൾ ആ ലായനി വേർതിരിഞ്ഞു, അതിൻ്റെ അർത്ഥം എന്താ, ആ ലായനിയിലും എന്തുണ്ടായിരിക്കും, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ക്ലിയർ? അപ്പോൾ അദ്ദേഹം ഒരു കാഴ്ചപ്പാട് വെച്ചു. എന്താ, ഓരോ വസ്തുവിലും ആറ്റം എന്നുള്ളതിനപ്പുറം ചാർജുള്ള 2 കണങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഓരോ വസ്തുവിലും 2 ചാർജ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതാ 2 ചാർജുകൾ? ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും. അപ്പോൾ ജോൺ ഡാൾട്ടൺ പറഞ്ഞെന്തായിരുന്നു, ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. പക്ഷേ ഹംഫ്രി ഡേവി ആറ്റത്തെ വിഭജിക്കാം എന്നുള്ളതിലേക്കൊരു സൂചന നൽകി. എന്താണ് ആ സൂചന? പറഞ്ഞു, എന്താണ് ആ സൂചന? ഓരോ വസ്തുവിലും എന്തുണ്ട്, 2 തരം ചാർജ് ഉണ്ട്. ഏതൊക്കെയാണ് 2 തരം ചാർജ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ക്ലിയർ? എങ്ങനെ മനസ്സിലായത്? വൈദ്യുതിയിൽ 2 ടൈപ്പ് ചാർജ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും. ആ 2 ടൈപ്പ് ചാർജുള്ള വൈദ്യുതി ഒരു സൊല്യൂഷൻസിലൂടെ കടന്നുപോയി, ഒരു ലായനിയിലൂടെ കടന്നുപോയി. അപ്പോൾ ആ ലായനി വേർതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ലായനിയിലും ആ സൊല്യൂഷൻസിലും എന്തുണ്ട്, 2 ചാർജ് ഉണ്ട്. ഏതൊക്കെയാ? പോസിറ്റീവ് നെഗറ്റീവ്. ക്ലിയർ? സോ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ഹംഫ്രി ഡേവിസ് എക്സ്പെരിമെൻറ്റ്? ഹി പാസ്ഡ് ഇലക്ട്രിക് കറണ്ട് ത്രൂ, ശ്രദ്ധിച്ചോ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. He passed electric current through some solutions and he separated that solutions and he concluded that each substance having 2 charges, one is positive and second is negative, and he also separated some elements such as sodium, potassium, magnesium, calcium, boron, etc. എന്താണ് ഹംഫ്രി ഡേവി ചെയ്തത്? ഹംഫ്രി ഡേവി ലായനികളിലൂടെ വൈദ്യുതി കടത്തിവിടുകയും ലായനിയെ വേർതിരിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു നിഗമനം നടത്തി, ഓരോ വസ്തുവിലും പോസിറ്റീവും നെഗറ്റീവും അടങ്ങിയ ചാർജുകളുണ്ട്. മാത്രമല്ല അദ്ദേഹം സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, ബോറോൺ എന്നീ മൂലകങ്ങളെ വേർതിരിക്കുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ സയൻറ്റിസ്റ്റ്. അപ്പോൾ ജോൺ ഡാൾട്ടൻ്റെ ആറ്റം വിഭജിക്കാൻ സാധ്യമല്ല എന്നുള്ളതിലേക്കുള്ളൊരു ക്ലൂ ഹംഫ്രി ഡേവി നൽകി. എന്താ? ആറ്റത്തിന് പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ക്ലൂ ആര് നൽകി? ഹംഫ്രി ഡേവി നൽകി. ആറ്റത്തിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള എന്തൊക്കെയോ ഉണ്ട്. ജോൺ ഡാൾട്ടൺ പറഞ്ഞ എന്താ? ആറ്റമാണ് അവസാനം, അതിനപ്പുറമൊന്നുമില്ല. പക്ഷേ ഹംഫ്രി ഡേവി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള ചില വസ്തുക്കൾ അതിലുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. ക്ലിയർ? ദെൻ രണ്ടാമത്തെ ഫാരഡെ, മൈക്കൽ ഫാരഡെ, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആര്? മൈക്കൽ ഫാരഡെ. അദ്ദേഹം ഹംഫ്രി ഡേവിയുടെ കൂടെ തന്നെയാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അതുപോലെ തന്നെ നടത്തിയത് ഹി സെപ്പറേറ്റഡ് സം സൊല്യൂഷൻസ് ബൈ പാസിങ് ഇലക്ട്രിക് കറണ്ട്. ചില സൊല്യൂഷൻസിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുകയും അവയെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. ആര്? Michael Faraday passed electric current through some solutions as Humphrey Davy done. Humphrey Davy എന്താണോ ചെയ്തത് അതുപോലെ തന്നെ he passed some electric current through some solutions and he separated that solutions. ലായനികളിലൂടെ വൈദ്യുതി കടത്തിവിടുകയും ലായനികളെ വേർതിരിക്കുകയും ചെയ്തു. അദ്ദേഹം നടത്തിയ ആ ഒരു പരീക്ഷണത്തിനൊരു പേരിട്ടു. പ്രത്യേക പേരാണ് വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച വ്യക്തി കൂടിയാണ് ആര്? ഫാരഡെ. ഹംഫ്രി ഡേവി എന്താണോ ചെയ്തത് അതുപോലത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. പക്ഷേ ഹംഫ്രി ഡേവി ചെയ്തതിൽ നിന്നും ഒരു പടി, ഒരു നിയമം ആവിഷ്കരിച്ചു അല്ലേ? ആര്? മൈക്കൽ ഫാരഡെ. അപ്പോൾ എന്താണ് മൈക്കൽ ഫാരഡെ ചെയ്തത്? Michael Faraday also passed some electric current through some solutions and separated that solution. He put forward a law, that is law of electrolysis.
ഓക്കെ, ഹംഫ്രി ഡേവി ചെയ്തതുപോലെ ചില ലായനികളിലൂടെ വൈദ്യുതി കടത്തിവിടുകയും ആ ലായനികളെ വേർതിരിക്കുകയും ചെയ്തു. ആര്? മൈക്കൽ ഫാരഡെ. അദ്ദേഹം വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിക്കുകയും ചെയ്തു. ഒരു ലായനിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് വിഭജിക്കപ്പെടുന്ന പ്രതിഭാസം ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് NaCl, അതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ Naയും Clുമായിട്ട് മാറും. ആ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ്. ദ സെപ്പറേഷൻ ഓഫ് എ സൊല്യൂഷൻ ഇൻ ടു കമ്പോണൻസ്. കൂടുതലായിട്ട് 10ാം ക്ലാസ്സിലൊക്കെ കെമിസ്ട്രിയിൽ പഠിക്കും. അത് ആവിഷ്കരിച്ച വ്യക്തി കൂടിയാണ് ആര്? അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി കൂടിയാണ് ആര്? മൈക്കൽ ഫാരഡെ. ഓക്കെ, അപ്പോൾ ഈ 2 പേരുടെ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് പറഞ്ഞു നോക്കാം. ഹംഫ്രി ഡേവി passed electric current through solution, separated, and concluded that each component, each substance involved 2 charges, positive and negative, and he separated sodium, potassium, magnesium, calcium, boron, etc. ഓക്കെ, ഹംഫ്രി ഡേവി എന്താ ചെയ്തത്? ലായനികളിലൂടെ വൈദ്യുതി കടത്തിവിടുന്നു, ലായനികളെ വേർതിരിക്കുന്നു അല്ലേ. അദ്ദേഹം വേർതിരിച്ചിട്ട് ചില മൂലകങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, ബോറോൺ. മാത്രമല്ല എല്ലാ പദാർത്ഥങ്ങളിലും 2 തരം ചാർജ് ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ദെൻ ഫാരഡെ, ആസ് ലൈക്ക് ഹംഫ്രി ഡേവി, ഹി ആൾസോ passed electric current through solutions and separated, and he introduced the law of electrolysis. ഹംഫ്രി ഡേവി ചെയ്തതുപോലെ ലായനികളിലൂടെ വൈദ്യുതി കടത്തിവിടുകയും അവയെ വേർതിരിക്കുകയും ചെയ്തു. മാത്രമല്ല വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിക്കുകയും ചെയ്തു മൈക്കൽ ഫാരഡെ. ദീസ് ആർ ദ ബേസിക് എക്സ്പെരിമെൻറ്റ്സ്. ഇതാണ് അടിസ്ഥാന പരീക്ഷണങ്ങൾ, കണ്ടെത്തലുകൾ. ഇനിയാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ അല്ലേ. ജോൺ ഡാൾട്ടൻ്റെ തിയറി പാടെ തുടച്ചു മാറ്റിയ 3 സയൻറ്റിസ്റ്റുകളാണ് ആര്? ജെ തോംസൺ, റൂദർഫോർഡ്, ചാഡ്വിക്. അതിലേക്ക് പോകാം. റെഡി? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ആരംഭിച്ചത് ആരോടുകൂടിയാണ്? ജെ തോംസണോട് കൂടിയാണ്. ജെ തോംസൺ നടത്തിയ കണ്ടെത്തലുകൾ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻ്റ് ഒന്ന് പറയാൻ ശ്രദ്ധിച്ചോ. ഇതാണ് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സിമ്പിൾ രൂപം. ശ്രദ്ധിച്ചു കേട്ടോ. ഇതിലെന്തൊക്കെയുണ്ട്? ഒരു ബാറ്ററി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യുത സ്രോതസ്, ഒരു ഇലക്ട്രിക് കറണ്ട് സോഴ്സ്. ആ ഇലക്ട്രിക് കറണ്ട് സോഴ്സ് അദ്ദേഹം ഒരു ഗ്ലാസ് ട്യൂബ്, ഇതെന്താണ്? ഗ്ലാസ് ട്യൂബാണ്. ഗ്ലാസിൻ്റെ ഒരു ട്യൂബ്, വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബ്, ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ്, വേക്വം ട്യൂബ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്യൂബിലൂടെ അദ്ദേഹം വെറുതെ വൈദ്യുതി കടത്തിവിട്ടു. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ട്യൂബിൻ്റെ അറ്റത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഇലക്ട്രോഡ് വെച്ചത് കണ്ടോ? ഇലക്ട്രോഡ്, ദണ്ട്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ദണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ്, അതിന് ചാർജ് നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അതിന് ചാർജ് നെഗറ്റീവ് ആയത്? അത് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ചെറിയ വര ബാറ്ററിയുടെ നെഗറ്റീവാണ്, വലിയ വര പോസിറ്റീവാണ്. ചെറിയ വര നെഗറ്റീവാണ്, വലിയ വര പോസിറ്റീവാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഇലക്ട്രോഡിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്ന് അറിയോ? കാഥോഡ്. നെഗറ്റീവ് ചാർജുള്ള ദണ്ടിനെ വിളിക്കുന്ന പേര് ദണ്ഡ്മാൻ, ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരെന്താണ്? കാഥോഡ്. ഇവിടെ പോസിറ്റീവുമായിട്ടല്ലേ ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ്. അതിനെ വിളിക്കുന്ന പേരെന്താ? ആനോഡ്. അപ്പോൾ 2 ദണ്ടുകളുണ്ട്. ഏതൊക്കെ 2 ദണ്ടുകൾ? കാഥോഡും ആനോഡും. കാഥോഡിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ആനോഡിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ്. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ചിത്രമാണ് പറഞ്ഞത്. ഇനി അദ്ദേഹം എന്താ ചെയ്തത്? ഹി പാസ്ഡ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദിസ് ട്യൂബ്. ആ ട്യൂബിലൂടെ വെറുതെ എന്ത് കടത്തിവിട്ട് നോക്കി? കറണ്ട് കടത്തിവിട്ട് നോക്കി. സോ ഹി ഒബ്സർവ്ഡ് ദാറ്റ്. അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ എക്സ്പെരിമെൻ്റ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, അതിൻ്റെ കൺക്ലൂഷനേ ആവശ്യമുള്ളൂ. ശ്രദ്ധിച്ചോ. ഹി കൺക്ലൂഡ് ദാറ്റ്, ഹി ഒബ്സർവ്ഡ് ദാറ്റ് സം റേഡിയേഷൻസ്, സം റേസ് ആർ കമ്മിങ് ഫ്രം ദീസ് കാഥോഡ്. ഈ കാഥോഡ് ഉണ്ടല്ലോ, ഇതിന്ന് കുറച്ച് രശ്മികൾ ഇങ്ങനെ വരുന്നതായി അദ്ദേഹം കണ്ടു. ചില രശ്മികൾ വൈദ്യുതി ഞാൻ കടത്തിവിട്ടപ്പോൾ ഈ നെഗറ്റീവ് നിന്ന് കുറേ രശ്മികൾ, കുറേ വികിരണങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. റേസ്, കുറേ റേങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? ഈ പോസിറ്റീവ് ചാർജിലോട്ടാണ്. അദ്ദേഹം എന്താ ചെയ്തത്? ഹി പാസ്ഡ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഹീസ് വാക്വം ട്യൂബ്. അദ്ദേഹത്തിൻ്റെ വാക്വം ട്യൂബിലൂടെ അദ്ദേഹം എന്ത് കടത്തിവിട്ടു? വൈദ്യുതി കടത്തിവിട്ടു. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് എന്താ? സം റേഡിയേഷൻസ് ആർ കമ്മിങ് ഫ്രം കാഥോഡ്. സം റേഡിയേഷൻസ് ആർ കമ്മിങ് ഫ്രം കാഥോഡ് ആൻഡ് ഗോയിങ് ടുവേർഡ്സ് ആനോഡ്. കാഥോഡിൽ നിന്നും ചില വികിരണങ്ങൾ വരികയും അത് ആനോഡിലേക്ക് പോകുന്നതായും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എവിടുന്നാണ് വരുന്നത്? കാഥോഡ് എന്നല്ലേ. കാഥോഡിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവ് അല്ലേ. പോകുന്നത് എങ്ങോട്ടാ?
ആനോഡല്ലേ? ആനോഡിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവാണ്. അപ്പോൾ കാഥോഡിൽ നിന്നും വരുന്ന ഇവർ എങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു? ഈ പോസിറ്റീവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നമുക്കറിയാം നെഗറ്റീവ് ചാർജ് എപ്പോഴും ഏതിലേക്ക് ആകർഷിക്കപ്പെടും? പോസിറ്റീവിലേക്ക് ആകർഷിക്കപ്പെടും. ശരിയല്ലേ? പോസിറ്റീവ് ചാർജ് എപ്പോഴും എങ്ങോട്ടും ആകർഷിക്കപ്പെടും? നെഗറ്റീവിലേക്കും ആകർഷിക്കപ്പെടും. കാന്തത്തിൻ്റെ നോർത്ത് പോൾ സൗത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ. ക്ലിയർ? അപ്പോൾ ഈ കാഥോഡിൽ നിന്നും വരുന്ന ഈ ആളുകൾക്ക് ആകർഷണം എങ്ങോട്ടാണ്? ആനോഡിലേക്കാണ്. ആനോഡിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. അതുകൊണ്ട് ഇവരുടെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈ വരുന്ന റേഡിയേഷൻസിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് എന്താ? ഹി കൺക്ലൂഡഡ് ദാറ്റ്, ഈ പരീക്ഷണത്തിലൂടെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. അദ്ദേഹം നടത്തിയ പരീക്ഷണം എന്താ? ഹി പാസ്ഡ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഹിസ് വാക്യൂം ട്യൂബ് and he noticed that some radiations are coming from cathode, that is negative charge, to anode, that is positive charge. Okay, and he concluded that radiations have which charge? Negative charge. ആ വരുന്ന റേഡിയേഷൻസിനും എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ്. ഒന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കുക. എന്താണ് ജെ തോംസൺ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ വാക്വം ട്യൂബിലൂടെ വൈദ്യുതി കടത്തിവിടുകയും കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ചില വികിരണങ്ങൾ പോകുന്നതായും അദ്ദേഹം കണ്ടു. ആ വികിരണങ്ങൾ കാഥോഡിൽ നിന്നും പോകുന്നതായതുകൊണ്ട് കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ടും, എന്തുകൊണ്ടാണ് കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയത്? അത് ബാറ്ററി നെഗറ്റീവായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് കാഥോഡിൻ്റെ നെഗറ്റീവ് ചാർജിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടും അവയുടെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഹി കൺക്ലൂഡഡ് ദാറ്റ് ഈച്ച് സബ്സ്റ്റൻസ് or any substance have negatively charged particle. എല്ലാ പദാർത്ഥങ്ങളിലും എന്തുണ്ടായിരിക്കും? നെഗറ്റീവ് ചാർജുള്ള ഒരു കണം ഉണ്ടായിരിക്കും. എന്താണ് പറഞ്ഞത്? ജെ തോംസൺ റിവീൽഡ് ദാറ്റ്, ജെ തോംസൺ കണ്ടെത്തിയിരിക്കുന്നു, അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നു. എന്താ? എല്ലാ പദാർത്ഥങ്ങളിലും നെഗറ്റീവ് ചാർജുള്ള ഒരു സാധനം ഉണ്ടായിരിക്കും, ഒരു കണിക ഉണ്ടായിരിക്കും, ഒരു പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ഈച്ച് സബ്സ്റ്റൻസ് ഹാവ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഹീ കൺക്ലൂഡഡ് that negatively charged particle is known as electron. എന്താണ്? The most important discovery done by J. Thomson, that negatively charged particle is known as electron. കാണാതെ പഠിച്ചു. ആ നെഗറ്റീവ് ചാർജ് അടങ്ങിയ സാധനത്തെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രോൺ. ഇനി അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? ആ ട്യൂബിൽ ഇവിടെ വെച്ച പദാർത്ഥം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിൽ നിറച്ച ഗ്യാസ് ഉണ്ടല്ലോ, അതും അദ്ദേഹം മാറ്റി ചെയ്തു. മാറ്റി ചെയ്തപ്പോഴൊക്കെ ഒരേ തരം റേഡിയേഷനാണ് വരുന്നത്. ഒരേ തരം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനം എല്ലാത്തിലും ഒരേപോലത്തായിരിക്കും. അപ്പോൾ ഏത് ആറ്റം എടുത്താലും ആ ആറ്റത്തിലെ ഇലക്ട്രോൺസൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ എടുത്തു. ഹൈഡ്രജനിൽ എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺ. അതിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ്. അതേപോലത്തെ ഇലക്ട്രോൺ ആയിരിക്കും ഏതിലുണ്ടാവുക? കാർബണിലുണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇലക്ട്രോണുകൾ എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ജെ തോംസൺ. അപ്പോൾ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല എന്നുള്ളതിനെ തകർത്ത ആദ്യത്തെ സയൻറ്റിസ്റ്റാണ് ആര്? ജെ തോംസൺ. അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? ആറ്റം കൺസിസ്റ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ആറ്റം കൺസിസ്റ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ആറ്റത്തിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജുള്ള ഒരു കണികയുണ്ട്, ഒരു ഉപകണികയുണ്ട്, സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ട്. ആ നെഗറ്റീവ് ചാർജുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ അദ്ദേഹം പേര് വിളിച്ചു എന്ത്? ഇലക്ട്രോൺ. സോ ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ? PSC പരീക്ഷയിലടക്കം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ആര്? ജെ തോംസൺ. ഓക്കെ. അപ്പോൾ നമ്മൾ 3 പേരുടെ കണ്ടുപിടുത്തങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആരൊക്കെ? ഹംഫ്രി ഡേവി, മൈക്കിൾ ഫാരഡെ, ജെ തോംസൺ. എന്താണ് ജെ തോംസൻ്റെ കണ്ടുപിടുത്തം? ജെ തോംസൻ്റെ കണ്ടുപിടുത്തം എന്താ? ഇലക്ട്രോൺ. വാട്ട് ഈസ് ഇലക്ട്രോൺ? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ ആൻ ആറ്റം. ആറ്റത്തിലടങ്ങിയ നെഗറ്റീവ് ചാർജുള്ള കണികയാണ് ആര്? ഇലക്ട്രോൺ. അപ്പോൾ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറിയിലെ പ്രധാനപ്പെട്ട ആശയം പൊളിഞ്ഞു. എന്താണ് പ്രധാനപ്പെട്ട ആശയം? ആറ്റം വിഭജിക്കാൻ സാധ്യമല്ല, അതിനെ വിഭജിക്കാൻ സാധ്യമാണെന്ന് തെളിയിച്ചു ആര്? ജെ തോംസൺ. നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ളതാണ്. അങ്ങോട്ട് എത്തും കേട്ടോ. അതിൽ അപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കണമെങ്കിൽ ആറ്റത്തെക്കുറിച്ച് ആദ്യം പഠിക്കണ്ടേ, അതിലടങ്ങിയ ഘടകങ്ങളെക്കുറിച്ച് പഠിക്കണ്ടേ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ.
സോ ജെ തോംസൻ്റെ കണ്ടുപിടുത്തം ഒന്നും പാടെ നമുക്ക് എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യാം. He passed electric current through vacuum tube and he noticed that some radiations are coming from cathode to anode and they have negative charge, and that negative charged radiations are same common in all substances. That negatively charged particles are known as electron. അദ്ദേഹം ചെയ്ത കാര്യം എന്താ, അദ്ദേഹത്തിൻ്റെ വാക്വം ട്യൂബിലൂടെ വൈദ്യുതി കടത്തിവിടുകയും കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് നെഗറ്റീവ് ചാർജുള്ള വികിരണങ്ങൾ സഞ്ചരിക്കുന്നതായും കണ്ടു. ആ നെഗറ്റീവ് ചാർജുള്ള വികിരണങ്ങൾ എല്ലാ പദാർത്ഥങ്ങളിലും ഒരേപോലെയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം തെളിയിച്ച ആ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളെ അദ്ദേഹം പേരും വിളിച്ചു, എന്താ, ഇലക്ട്രോൺ. സോ ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ? ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? ജെ തോംസൺ ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഓഫ് കോഴ്സ്. അപ്പം 4ാമത്തെ സയൻറ്റിസ്റ്റാണ് ആര്? ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് വിശദമായി പഠിക്കാനൊന്നുമില്ല. ആ പരീക്ഷണത്തെക്കുറിച്ചൊക്കെ വലിയ വലിയ ക്ലാസ്സുകളിൽ +1 രണ്ടാമത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. +1 സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്റർ വീണ്ടും പഠിക്കും, ആറ്റത്തിൻ്റെ ഘടന. അതിൽ വിശദമായി പറയുന്നുണ്ട് റൂദർഫോർഡിൻ്റെ പരീക്ഷണങ്ങളും. ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ് റൂദർഫോർഡിൻ്റെ പരീക്ഷണം. അപ്പോൾ റൂദർഫോർഡ് എന്ത് ചെയ്തു, ആ പരീക്ഷണം വിശദമായി പഠിക്കുന്നില്ലെങ്കിലും റൂദർഫോർഡ് എന്ത് ചെയ്തു എന്നൊന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും പറയുന്നു. റൂദർഫോർഡ് പാസ്ഡ് സം ആൽഫ പാർട്ടിക്കിൾസ്. ശ്രദ്ധിച്ചു, അതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. റൂദർഫോർഡ് പാസ്ഡ് സം ആൽഫ പാർട്ടിക്കിൾസ് ത്രൂ ഗോൾഡ് ഫോയിൽ ആൻഡ് ദ റേഡിയേഷൻസ് ആർ റെക്കോർഡഡ് അറ്റ് ദ സ്ക്രീൻ. ഇതാണ് അദ്ദേഹം ചെയ്തത്. റൂദർഫോർഡ് ചില ആൽഫ വികിരണങ്ങളെ നേർത്ത സ്വർണ്ണ തകിടിലൂടെ കടത്തിവിടുകയും ഒരു സ്ക്രീനിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം ചെയ്തത്. വിശദമായി പറയുന്നില്ല എന്താണ് അദ്ദേഹം ചെയ്തത്, ഒന്നുകൂടെ പറഞ്ഞുതരാം. He passed some alpha radiations through a thin gold foil and recorded on a screen. Screen is a photographic film. ആ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം ആയിരുന്നു. റൂദർഫോർഡ് എന്ത് ചെയ്തു? ആൽഫ വികിരണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണ തകിടിലൂടെ വൃത്താകൃതിയിൽ ക്രമീകരിച്ച സർക്കുലാർ ഷേപ്പുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഒരു സ്വർണ്ണ തകിടിലൂടെ കടത്തിവിടുകയും ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു സ്ക്രീനിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം ചെയ്തത്. ഈ ആൽഫ വികിരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ചില വികിരണങ്ങൾ ആണ് ഏത്? ആൽഫ കണങ്ങൾ, ആൽഫ വികിരണങ്ങൾ. അങ്ങനെ തന്നെ പഠിക്കുക. പോസിറ്റീവ് ചാർജുള്ള ചില റേഡിയേഷൻസ് ആണിത്. ഒരുപാട് റേഡിയേഷൻസ് ഉണ്ട്. എക്സ്റേ എന്നൊക്കെ പറയുന്ന പോലെ UV, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു റേഡിയേഷനാണ് ഇത്, ഒരു വികിരണമാണ് ഇത് ആൽഫ. അവർക്ക് ചാർജ് ഉണ്ട്. ഏതാ ചാർജ്? പോസിറ്റീവ്. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ വികിരണങ്ങളെ ഒരു വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു നേർത്ത സ്വർണ്ണത്തകിലൂടെ കടത്തിവിട്ട് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ അദ്ദേഹം രേഖപ്പെടുത്തി. ഇനി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം നടത്തിയ നിഗമനങ്ങൾ എന്തൊക്കെ വെച്ചാൽ, കൺക്ലൂഷൻസ് എന്തൊക്കെ വെച്ചാൽ, അദ്ദേഹം കടത്തിവിട്ട സ്വർണ്ണ തകിടിലെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം കടത്തിവിട്ട സ്വർണ്ണ തകിടിലെ ഒരു ഭാഗം. ഒരു ചെറിയ ഭാഗം മൈക്രോസ്കോപ്പ് വെച്ച് വലുതാക്കിയതാണ് എന്ന് വിചാരിച്ചോ. ഇതൊരു ആറ്റമായി പരിഗണിച്ചു കഴിഞ്ഞാൽ, കൺസിഡർ ദിസ് ഈസ് ആൻ ആറ്റം. ഇതെന്താണ്? ഒരു ആറ്റമായി പരിഗണിച്ചു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ. ഇതാണ് അദ്ദേഹം കടത്തിവിട്ട ആൽഫ കണങ്ങൾ. അദ്ദേഹം കടത്തിവിട്ട ആൽഫ കണങ്ങളിൽ മുഴുവനും നേരെ സഞ്ചരിച്ചുകയാണ്. ഇങ്ങനെ സഞ്ചരിച്ചുകയാണ് അല്ലേ? എവിടെയും വളയാതെ പുളയാതെ നേരെ സഞ്ചരിച്ചുകയാണ്. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും എങ്ങനെ സഞ്ചരിച്ചു? നേർരേഖയിൽ സഞ്ചരിച്ചു. ഒരു വളവും തിരിവില്ല. ആ നിഗമനം ഉണ്ടല്ലോ, ആ കണ്ടെത്തലുണ്ടല്ലോ, അതിന്ന് അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. എന്തെന്നറിയോ? ദ മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? ശൂന്യമാണ്. അപ്പോൾ റൂദർഫോർഡ് നടത്തിയ ഒന്നാമത്തെ കൺക്ലൂഷൻ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കൺക്ലൂഷൻ, ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം നടത്തിയ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താ? ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? ശൂന്യമാണ്. കാരണം അദ്ദേഹം കടത്തിവിട്ട ഒരുപാട് ആൽഫ പാർട്ടിക്കിൾ എവിടെയും തട്ടാതെ വ്യതിചലിക്കാതെ പോയി. എല്ലാതും ഇവിടെ എത്തിച്ചേർന്നു. കറക്റ്റ്. ഇവിടെ കുറേ ആൽഫ പാർട്ടിക്കിൾ എത്തിച്ചേർന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹം കടത്തിവിട്ട ആൽഫ പാർട്ടിക്കിളൊന്നും വളഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ അകത്ത് ഒരു തടയാനും തട്ടാനും മുട്ടാനും ഒന്നും ഒരു തടസ്സങ്ങളുമില്ല എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? ശൂന്യമാണ്, എംപ്റ്റിയാണ്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് കൺക്ലൂഷൻ ഓഫ് റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ്?
ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? ശൂന്യമാണ്. ദ മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. പഠിച്ചോ? രണ്ടാമത്തെ കൺക്ലൂഷൻ, അദ്ദേഹം കടത്തിവിട്ട ചില ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? കണ്ടോ? ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വ്യതിചലിച്ചു പോകുന്നുണ്ട്. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡീവിയേറ്റഡ്. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡീവിയേറ്റഡ്. കണ്ടോ? കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് വന്നിരിക്കണം, എവിടെയോ തട്ടിങ്ങാണ്ടൊന്ന് തെറിച്ച പോലെ അല്ലേ? എന്തുകൊണ്ടായിരിക്കാം തട്ടിത്തെറിച്ചത്? അവിടെ ഒരു തടസ്സം ഉണ്ടായിരിക്കുമല്ലോ. ഇതാണ് ആ തടസ്സം. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ് അല്ലേ? ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവും നെഗറ്റീവുമാണ് ചാർജെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, ആകർഷിക്കും. പോസിറ്റീവുമാണ് ചാർജെങ്കിലോ വികർഷിക്കും. ഒന്നുകൂടെ മനസ്സിലാക്കുക, പോസിറ്റീവും നെഗറ്റീവുമാണ് ചാർജെങ്കിൽ ആകർഷിക്കും, പോസിറ്റീവും ആണെങ്കിലോ വികർഷിക്കും, റിപ്പൽ ചെയ്യും, അകന്നു പോകും അല്ലേ? നോർത്തും റിപ്പൽ ചെയ്യും, നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വരുന്ന ആൽഫ റേഡിയേഷൻ്റെ ചാർജ് പോസിറ്റീവാണ്. അവർ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ച് പോകണം, ഡീവിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവയുടെ ചാർജും എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ക്ലിയർ? അപ്പോൾ റുദർഫോർഡ് ഒരു കണ്ടുപിടുത്തം നടത്തി. എന്താണ്? ആറ്റത്തിൽ എന്തുണ്ട്? ജെ തോമസ് ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തിയില്ലേ? റുദർഫോർഡ് തെളിയിച്ചു, ആറ്റത്തിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉള്ളതുമായ ചില കണങ്ങളുണ്ട്. അതാണ് രണ്ടാമത്തെ കൺക്ലൂഷൻ. അപ്പോൾ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? ശൂന്യമാണ്. രണ്ടാമത്തതോ? ആറ്റം കൺസിസ്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ആറ്റത്തിനകത്തുണ്ട് പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ട്. ആറ്റത്തിനകത്ത് എന്തുണ്ട്? പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ട്. ക്ലിയർ? ഇതും അദ്ദേഹം എന്ത് ചെയ്തു? കണ്ടെത്തി. ആ പോസിറ്റീവ് ചാർജ് കണങ്ങൾ അടങ്ങിയ സ്ഥലത്തെ അദ്ദേഹം പേര് വിളിച്ചു ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് കണ്ടെത്തിയതാര്? റുദർഫോർഡ്. പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ കണ്ടെത്തിയതാര്? റുദർഫോർഡ്. അദ്ദേഹം എന്തൊക്കെ കണ്ടെത്തി? ന്യൂക്ലിയസ് കണ്ടെത്തി. ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസ് ആണ് ഒരു ആറ്റത്തിൻ്റെ കേന്ദ്രം എന്നും അദ്ദേഹം പറഞ്ഞു. ആ ന്യൂക്ലിയസ് ആണ് ആറ്റത്തിൻ്റെ കേന്ദ്രം. ആ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ അദ്ദേഹം പേര് വിളിച്ചു പ്രോട്ടോൺ. ആറ്റത്തിനകത്ത് രണ്ടാമത്തെ സാധനവുമായി, രണ്ടാമത്തെ സബറ്റോമിക് പാർട്ടിക്കിൾ. ജെ തോമസൺ ഒന്നാമത്തത് കണ്ടെത്തി, നെഗറ്റീവ് ചാർജ് ഉള്ളത്. ഏതാ? ഇലക്ട്രോൺ. റുദർഫോർഡ് രണ്ടാമത്തെ പോസിറ്റീവ് ചാർജ് ഉള്ളതുമായ ഒരു കണം കണ്ടെത്തി. ഏതാണ്? പ്രോട്ടോൺ. സോ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ? ജെ തോമസൺ നെഗറ്റീവ്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ? പോസിറ്റീവ്. ജോൺ ഡാൾട്ടന്റെ ആറ്റം വിഭജിക്കാൻ സാധ്യമല്ല എന്നുള്ള തിയറി ഒരു വട്ടം കൂടെ തകർക്കപ്പെട്ടിരിക്കുന്നു. സോ വിച്ച് ഈസ് ദ പോസിറ്റീവ് ചാർജ് സബറ്റോമിക് പാർട്ടിക്കിൾ? പ്രോട്ടോൺ. ആറ്റത്തിനകത്ത് കാണുന്ന പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ എന്ത് പേര് വിളിക്കുന്നു? പ്രോട്ടോൺ. ഇത് വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലവിടെ ഉറച്ചു നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ഈ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോണിൻ്റെ ഭാരം, അതായത് മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിന് സമാനമായിരിക്കും. ഏതിന് സമാനമായിരിക്കും? ഹൈഡ്രജൻ ആറ്റത്തിന് സമാനമായിരിക്കും എന്നും ആരും കണ്ടെത്തി. എവിടെയാണ് ഇവർ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് റുദർഫോർഡ് നടത്തിയ കൺക്ലൂഷൻസ് മാത്രം മതി നമുക്ക്. എന്തൊക്കെയാണ് കൺക്ലൂഷൻസ്? മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? ശൂന്യമാണ്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ട്. ആ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളടങ്ങിയ സ്ഥലത്തെ നമ്മൾ ആറ്റത്തിൻ്റെ കേന്ദ്രം, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ആറ്റം കൺസിസ്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ? ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് അടങ്ങിയ കണങ്ങളുണ്ട്. ആ പോസിറ്റീവ് ചാർജ് അടങ്ങിയ കണങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ കേന്ദ്രവുമാണ്. ഓക്കെ, ആറ്റം കൺസിസ്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ നോൺ ആസ് പ്രോട്ടോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ്. And the mass of proton is equal to the mass of hydrogen. The mass of proton is equal to the mass of hydrogen. പ്രോട്ടോണിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ ഭാരത്തിനോട് സമാനമാണ്. ഇലക്ട്രോണിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ എത്രയോ ചെറുതാണ് എന്നും അദ്ദേഹം കണ്ടെത്തി. നെഗ്ലിജിബിളി സ്മോൾ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാവുന്നതിലും ചെറുത്. സോ ഇലക്ട്രോൺസിൻ്റെ മാസ് വളരെ കുറവാണ് എന്നും ആരും കണ്ടെത്തി? റുദർഫോർഡ് കണ്ടെത്തി. അപ്പോൾ റുദർഫോർഡ് ചില്ലറക്കാരനല്ല.
എന്തൊക്കെയാണ് റുദർഫോർഡ് കണ്ടെത്തിയതെന്ന് ഓർത്തെടുക്കുക. ഒരു വട്ടം കൂടെ റിവൈൻഡ് ചെയ്ത് കണ്ടാൽ ഒന്നും കൂടെ മനസ്സിലാവും. ക്ലിയർ? അപ്പോൾ 2 കണങ്ങൾ കണ്ടെത്തി. ഏതൊക്കെയാ? പ്രോട്ടോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ ചാർജ് പോസിറ്റീവ്, ഫൗണ്ടഡ് ബൈ റുദർഫോർഡ്. ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവ്, ഡിസ്കവർഡ് ബൈ ജെ തോംസൺ. ദെൻ അഞ്ചാമത്തത് ലാസ്റ്റ് വൺ. ആരാണ് അഞ്ചാമത്തത്? ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. അഞ്ചാമത്തെ ആളുടെ പേരെന്താണ്? ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് ഇസ് ദ 5th സയന്റിസ്റ്റ്. പോസിറ്റീവ് ചാർജ് ഉള്ളവയുണ്ടല്ലോ, നെഗറ്റീവ് ചാർജ് ഉള്ളവയുണ്ടല്ലോ. റുദർഫോർഡ് നേരത്തെ പറഞ്ഞ കൺക്ലൂഷൻ നടത്തിയതോടൊപ്പം ഒരു കൺക്ലൂഷൻ പാടെ നടത്തിയിരുന്നു. എന്താ അറിയോ? നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളുണ്ട് ജെ തോംസൺ കണ്ടെത്തി, പോസിറ്റീവ് ചാർജ് ഉള്ളതുണ്ട് എന്ന് ആര് കണ്ടെത്തി? റുദർഫോർഡ് കണ്ടെത്തി. ചാർജ് ഇല്ലാത്ത കണങ്ങളും ഉണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റുദർഫോർഡ് പറഞ്ഞിട്ടുണ്ട്. ആ ചാർജ് ഇല്ലാത്ത കണങ്ങളെ കണ്ടുപിടിച്ച ആളാണ് ആര്? ചാഡ്വിക്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളവയുണ്ട്, നെഗറ്റീവ് ചാർജ് ഉള്ളവയുണ്ട്. ചാർജ് ഇല്ലാത്ത കണങ്ങളും ആറ്റത്തിലുണ്ട്. ആ ചാർജ് ഇല്ലാത്ത കണങ്ങളെ കണ്ടെത്തിയതാണ് ആര്? ചാഡ്വിക്. ചാർജ് ഇല്ലാത്തവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ. എന്താ വിളിക്കുക? ന്യൂട്രൽ. ചാർജ് ഇല്ല, പോസിറ്റീവ് ഇല്ല, നെഗറ്റീവ് ഇല്ല. ആൻഡ് ദോസ് പാർട്ടിക്കിൾസ് ആർ നോൺ ആസ് ന്യൂട്രൽ. ദാറ്റ് ഈസ് ന്യൂട്രോൺ. എന്താണ്? ന്യൂട്രോൺ. ഓൾ ഓഫ് യു സേ ന്യൂട്രോൺ. സോ ഹൂ ഡിസ്കവേർഡ് ന്യൂട്രോൺ? ചാഡ്വിക്. ചാഡ്വിക് കണ്ടെത്തിയ പാർട്ടിക്കിളിന്റെ പേരെന്താ? ന്യൂട്രോൺ. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ന്യൂട്രോൺ? 0 ചാർജ്. പോസിറ്റീവ് ഇല്ല, നെഗറ്റീവ് ഇല്ല, 0 ചാർജ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ന്യൂട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ, ന്യൂട്രോണിന്റെ ഭാരം, മാസ് എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോണിനോട് തുല്യമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. എന്താണ് കണ്ടെത്തിയത്? ന്യൂട്രോണിന്റെ ഭാരം പ്രോട്ടോണിന്റെ അതേ ഭാരമാണ്. എവിടെയാ പ്രോട്ടോൺ കണ്ടെത്തിയത്? ന്യൂക്ലിയസിലല്ലേ? അതേ ന്യൂക്ലിയസിലാണ് ആരും കാണുന്നത്? ന്യൂട്രോണും കാണുന്നത്. ഓക്കെ. അപ്പൊ ഇലക്ട്രോൺ എവിടെ കാണപ്പെടുന്നു? ഇലക്ട്രോൺ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് പുറത്താണ് എന്നും കണ്ടെത്തിയത് ആരാണ്? റുദർഫോർഡാണ്. അപ്പോൾ റുദർഫോർഡ് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി? ഇപ്പോൾ അതുകൂടാതെ എന്തൊക്കെ കണ്ടെത്തി? ചാർജ് ഇല്ലാത്ത കണങ്ങൾ ഉണ്ട് എന്ന് പ്രവചിച്ചു. മാത്രമല്ല ഇലക്ട്രോൺസ് ഇവിടെ കാണപ്പെടുന്നു, ന്യൂക്ലിയസിന് പുറത്താണ് എന്ന് കണ്ടെത്തിയതും ആരാണ്? റുദർഫോർഡാണ്. എന്ന് പ്രസ്താവിച്ചതും റുദർഫോർഡാണ്. ഓക്കെ. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട 3 ആളുകളുടെ കണ്ടുപിടുത്തങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കാൻ പോകും. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന അറിയോ? ഈ 3 പേര് കണ്ടെത്തിയതുണ്ടല്ലോ, ആരൊക്കെ? ജെ തോംസൺ, റുദർഫോർഡ്, ചാഡ്വിക്. ഇവർ 3 പേരും കണ്ടെത്തിയതും താരതമ്യം ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോൺ. എന്താണ് റുദർഫോർഡ് കണ്ടെത്തിയത്? പ്രോട്ടോൺ. എന്താണ് ചാഡ്വിക് കണ്ടെത്തിയത്? ന്യൂട്രോൺ. സോ ജെ തോംസൺ, ഇലക്ട്രോൺ, റുദർഫോർഡ്, പ്രോട്ടോൺ, ചാഡ്വിക്, ന്യൂട്രോൺ. ഇനി ഇവ 3 നമ്മൾ താരതമ്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആറ്റം വിഭജിക്കാൻ സാധ്യമല്ല എന്നുള്ള പോയിന്റ് എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. ജോൺ ഡാൾട്ടന്റെ തിയറി വാനിഷ്ഡ്. ആറ്റം കൺസിസ്റ്റ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ദാറ്റ് ഈസ് എ കൺക്ലൂഷൻ ഫ്രം ദീസ് എക്സ്പെരിമെന്റ്സ് ഓഫ് 5 സയന്റിസ്റ്റ്. ഇലക്ട്രോൺ എന്താണ് ചാർജ്? നെഗറ്റീവ് ചാർജ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ന്യൂട്രോൺ നോ ചാർജ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ദെൻ എവിടെ കാണപ്പെടുന്നു? ഇലക്ട്രോൺ എവിടെ കാണപ്പെടുന്നു? ഔട്ട്സൈഡ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് പുറത്ത്. മലയാളം മീഡിയക്കാർ ശ്രദ്ധിക്കുക, ന്യൂക്ലിയസിന് പുറത്ത്. പ്രോട്ടോൺ എവിടെ കാണപ്പെടുന്നു? ഇൻ ന്യൂക്ലിയസ്. എവിടെ കാണപ്പെടുന്നു? ഇൻ ന്യൂക്ലിയസ്. ന്യൂട്രോൺസോ ആൾസോ ഇൻ ന്യൂക്ലിയസ്. എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ഓക്കെ. അപ്പോൾ 2 വ്യത്യാസങ്ങൾ പഠിച്ചു. നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, നോ ചാർജ്. ഔട്ട്സൈഡ് ന്യൂക്ലിയസ്, ഇൻസൈഡ് ന്യൂക്ലിയസ്. അല്ലേ? ന്യൂക്ലിയസിന് പുറത്ത്, ന്യൂക്ലിയസിനകത്ത്. ഇലക്ട്രോണിന്റെ മാസ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി സ്മോൾ ഓർ ലീസ്റ്റ്. വളരെ കുറവാണ്. വെരി ലീസ്റ്റ്. വളരെ കുറവ്. മാസ് വളരെ കുറവ്. സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. മാസ് വളരെ കുറവ്. മാസ് എന്താണ്? വളരെ കുറവാണ്. ഇവിടെയോ മാസ് ഈക്വൽ ടു മാസ് ഓഫ് ഹൈഡ്രജൻ. അല്ലേ? പ്രോട്ടോണിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വലാണ്? ഹൈഡ്രജന്റെ ഭാരത്തോട് ഈക്വലാണ്. ഇവിടെയോ മാസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ, അതായത് മാസ് ഓഫ് ഹൈഡ്രജൻ. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ ആറ്റം. ആറ്റത്തിൽ അടങ്ങിയ കണികകളുടെ വ്യത്യാസങ്ങൾ. അപ്പോൾ ആറ്റം വിഭജിക്കാൻ സാധ്യമല്ലേ? സാധ്യമാണ്. നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? അപ്പോൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ 5 സയൻറ്റിസ്റ്റുകൾ.
നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇനി നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇനിയാണ് ചാപ്റ്ററിൻ്റെ പേരിന് ആസ്പദമാക്കുന്ന ടോപ്പിക്ക് വരാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹംഫ്രി ഡേവിയുടെ കണ്ടെത്തൽ, മൈക്കൽ ഫാരഡേയുടെ കണ്ടെത്തൽ, ജെ തോംസൺ ഇലക്ട്രോൺ, റുദർഫോർഡ് പ്രോട്ടോൺ, ചാഡ്വിക് ന്യൂട്രോൺ. ഇവ മൂന്നും കമ്പയർ ചെയ്യുക. ഓരോ സയൻറ്റിസ്റ്റുകളും അവർ നടത്തിയ എക്സ്പെരിമെൻറ്റും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇവ മൂന്നും കമ്പയർ ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതൊക്കെ എഴുതിയെടുക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറുകൾ എങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അതുവരെ ഉഷാറായിട്ടിരിക്കുക. നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ ബൈ.